ഇന്നത്തെ നമ്മുടെ അതിഥിയെ നമ്മൾ വിളിക്കാൻ പോവാണ്. അസലായിട്ട് പാടുന്ന ഒരു കുഞ്ഞു മോളാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു കുഞ്ഞ് വലിയ പാട്ടുകാരി. അങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ദൈവം ആ ഒരു ഇൻബോൺ ടാലന്റ് കൊടുത്തതുകൊണ്ട് അസലായിട്ട് പാടുന്ന ഒരു കുഞ്ഞു വാവ. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്താലോ, നല്ല പാട്ടൊക്കെ കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആ കുഞ്ഞ് വലിയ പാട്ടുകാരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ശ്രീലയ. ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പുഞ്ചപ്പാടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ നിന്ന് പാസ്സായി കിട്ടിയ ഒരു വീട്ടിലാണ് ഇപ്പം ജീവിക്കുന്നത്. ചെറിയ മോളാണ് ഇവളാണ് കുറേശ്ശെ പാട്ടൊക്കെ പാടുന്നത്. ഇപ്പോൾ അവൾ 4ാം ക്ലാസ്സിലേക്കാണ് ഇനി. അവൾ ജനിച്ച് അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ കുറേശ്ശെ പാട്ടൊക്കെ പാടാൻ നല്ല താല്പര്യമാണ് അവൾക്ക്. പിന്നെ പാട്ട് പഠിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല ഇതുവരെ. പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഞാൻ. പിന്നെ വീട്ടിലെ കടബാധ്യതകളും കുടുംബത്തിലത്തെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണം പാട്ട് പഠിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഈശ്വരൻ കടാഴ്ചിട്ട് അവളെ നല്ലൊരു ലെവലിൽ എത്തിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. കടത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിപ്പിക്കാൻ എത്തുന്നില്ല. പിന്നെ 3 പേരുടെയും പഠിപ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ പിന്നെ അവൾ ഫോണിലും ടി വിയിലും കണ്ടിട്ടാണ് പാട്ട് പഠിക്കണതും കേട്ടിട്ടൊക്കെയാണ് പഠിക്കുന്നത്. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഭയങ്കര ഡ്രസ്സാണല്ലോ, ഫുൾ ഗ്രേ കളർ പൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ വീട് എവിടെയാ അത് പറ. ശ്രീകൃഷ്ണപുരം, പുഞ്ചപ്പാടം. പാലക്കാടാണോ ഈ ശ്രീകൃഷ്ണപുരം? ഓ, പാലക്കാട്ടുകാരിയാണല്ലേ, അത് ശരി. മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആരാ, അത് കേക്കട്ടെ. പാട്ട് പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയാണ് പാട്ട് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അല്ലേ? അപ്പൊ അച്ഛനും അമ്മയും ആദ്യമായിട്ട് പഠിപ്പിച്ച പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം എൻ പൂവേ പൊൻപൂവേ. മോക്ക് എങ്ങനെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ വേഗം പഠിക്കുമോ, അതേ കുറേ സമയം എടുക്കുമോ പഠിക്കാൻ? വേഗം പഠിക്കും. ഓ, വെരി ഗുഡ്. ഇനി വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം? വലുതാവുമ്പോ ചിത്രാമ്മയെ പോലെ വലിയ സിംഗർ ആവണം. ഓ, അത് ശരി. അപ്പൊ ചിത്രാമ്മയാണ് ഏറ്റവും ഇഷ്ടം. കണ്ടിട്ടുണ്ടോ ചിത്രാമ്മയെ നേരിട്ട്? കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ചിത്രാമ്മയുടെ അടുത്ത് മോൾക്ക് എത്താൻ പറ്റട്ടെ, കൂടെ നിന്ന് പാട്ടൊക്കെ പാടാൻ പറ്റട്ടെ. വേറെ ആരൊക്കെ നമുക്ക് കൂടെ വന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛന്റെ പേര് പറയൂ. എൻ്റെ പേര് പ്രശാന്ത്. പ്രശാന്ത് എന്ത് ചെയ്യുന്നു? ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്, നാട്ടിൽ തന്നെയാണ്. അപ്പൊ ഒരുപാട് നാളായിട്ട് ഈ ഒരു ജോലി തന്നെയാണോ? അതെ, ഒരുപാട്. എങ്ങനെയാണ് അപ്പൊ പാട്ട് പഠിപ്പിക്കാൻ എന്തുകൊണ്ടാ വിടാത്തത് ഇത്ര നന്നായിട്ട് പാടുന്ന കുട്ടിയായിട്ട്? പാട്ട് പഠിപ്പിക്കാൻ വീട്ടിലത്തെ ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തന്നെയാണ്. ഈ ഒറ്റയ്ക്ക് ഉള്ള ഒരു തൊഴിലിന് ഞാൻ മാത്രമേ പോണല്ലോ വീട്ടിൽ നിന്ന്. എങ്ങനെ കഷ്ടപ്പെട്ടാലും അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതെ, അതായത് ചിത്രാമ്മയെ പോലെ തന്നെ പാട്ട് പാടി ഒരു വലിയ ആളാവണം എന്നാണ് മോൾക്ക് ഇപ്പോഴും ഒരു ആഗ്രഹം. അവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിക്കണം എന്നും വലിയ ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എങ്ങനെ വേണം എന്നൊക്കെ എന്തെങ്കിലും? ചിലവരൊക്കെ ഇങ്ങനെ ചെറിയ ഓരോ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഇപ്പൊ മോൾക്ക് എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വിളിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവിടെ വീടിന്റെ അടുത്ത് കൂടെ ഉള്ള ചെറിയ ചെറിയ സ്റ്റേജുകളിലൊക്കെ ഓരോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഓൺലൈനിലൊക്കെ പാട്ട് പാടിയിട്ട് അത് ഒരു വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ, ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ചിലപ്പോൾ മോളെ ആരെങ്കിലൊക്കെ പരിപാടിക്ക് വിളിച്ച് നല്ലൊരു ഒരു റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഗായികയായിട്ട് എത്രയും പെട്ടെന്ന് മാറട്ടെ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങാവാൻ മോൾക്ക് പറ്റട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അല്ലേ? ഇനി അമ്മയാണെന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേര്? എൻ്റെ പേര് സതീദേവി. ചേച്ചിക്കും ആഗ്രഹം മോളെ ഇങ്ങനെ ഒരു പാട്ടുകാരി തന്നെ ആക്കാൻ തന്നെയാണ്? അങ്ങനെ തന്നെയാണ് ആഗ്രഹം. ഇനി നമുക്ക് ഇവരെ കൂടി ഒന്ന് വേഗം പരിചയപ്പെടാം. പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്ത് ചെയ്യണു? ഞാൻ 10th കഴിഞ്ഞു. അടുത്തയാള്. ഹലോ. ഹലോ. നല്ല സ്പൈക്ക് ചെയ്തിട്ടൊക്കെയാണല്ലോ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടി സ്പെഷ്യൽ ഹെയർ സ്റ്റൈൽ ആണോ, അതേ എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ. ഓക്കെ. പേര് പറയൂ. ശബരീഷ്. ശബരീഷ് ഏത് ക്ലാസ്സിലാ? ഞാൻ
7ലാണ്. രാജീവേട്ടൻ എന്തെങ്കിലും ഇവരുടെ അടുത്ത് പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അച്ഛനാണോ അമ്മയോ? രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അവരൊന്ന് ഇതാവുന്നത് അല്ലേ? അതെ. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. മോളെ സ്പോൺസർ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ഇവിടുന്ന് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അവരെ പാട്ട് പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മോക്കും അങ്ങനത്തെ ഒരു സംഭവം വരട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതിന് എത്രയും പെട്ടെന്ന് ചിത്ര ചേച്ചിയുടെ കൂടെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് മാക്സിമം ശ്രമിക്കാം ചേച്ചി ഈ വീഡിയോ എത്തിക്കാനൊക്കെ ഞങ്ങൾ അമൃത TV ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മോക്ക് എന്താ പറയാനുള്ളത്? ചേച്ചി ഒന്ന് വരും. ഞാൻ വരണം? ചേച്ചി ഒന്ന് വരും. ഞാൻ വരണം അല്ലേ? എനിക്ക് പാട്ടറിയില്ല കേട്ടാ. പാട്ടൊന്നും പാടണ്ട. செண்டுமல்லியா மனசுல மணக்கிறனி அடிக்கரும்பா உசுரல இனிக்கிறனி. നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോഡ് ബ്ലെസ് യു.